എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ കാലം കൂടിയാണ് നമ്മുടെ ചാനൽ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. വെറുതെ ഇരുന്ന ക്യാമറാമാനെ ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയതാണ്. 50 വയസ്സാകാറായി. അപ്പം ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് ഓർത്താ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇപ്പം ചെയ്തിട്ട് 2 വർഷമായി കാണും. 2 വർഷമായി യാത്രയായിരുന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നും ചെയ്തില്ല. അപ്പം ഒന്ന് ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, പപ്പ 50 വയസ്സായപ്പം അറ്റാക്ക് വന്നാൽ മരിച്ചേ. പിന്നെ അമ്മാവൻ, പിന്നെ അമ്മയുടെ ചേട്ടത്തി, ഇവരൊക്കെ അറ്റാക്കിൻ്റെ ആൾക്കാരാണ്. എല്ലാവരും അറ്റാക്ക് വന്ന് മരിച്ച ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നി 50 വയസ്സൊക്കെ ആകാറായില്ലേ, നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാമെന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അപ്പോൾ കാരിത്താസിൽ ചെന്ന് നേരത്തെ ബുക്ക് ചെയ്തു. രാവിലെ 7 മണിക്ക് ചെല്ലണം, വൈകുന്നേരത്തെ തന്നെ എല്ലാം തീർത്ത് പോവാം. ആദ്യം ബുക്ക് ചെയ്ത ദിവസം പോയില്ല. ആദ്യ ദിവസം തിങ്കളാഴ്ച ദിവസമായിരുന്നു. അത് മാറ്റി പിന്നെ അടുത്ത ദിവസത്തേക്ക് വെച്ചു. അടുത്ത ദിവസം ചെന്നു, ഏക്കെല്ലാം രാവിലെ എല്ലാം ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാർഡിയോളജിയുടെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു, മറ്റേ TMT ടെസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. TMTയിൽ 12 മിനിറ്റ് ആയിരുന്നു നടക്കല്ല, ഓടുക. മറ്റേ ഹൈറ്റും കൂട്ടി വെച്ച് സ്പീഡിൽ ഓടുകയാണല്ലോ. അപ്പോൾ ആ ലാസ്റ്റ് വന്ന 11:50 കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു വേരിയേഷൻ അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പം പിന്നെ വന്നേച്ച് 1-2 ദിവസമോടൊക്കെ ഇങ്ങനെ ഇതിലേക്ക് നടന്നു. ഇപ്പം ഞാൻ ഓർത്തു എനിക്കൊരു ചെറിയൊരു ഇനി വല്ലേ ബ്ലോക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ശാലമൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്നാൽ നോക്കിയേക്കാമെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ 2 ദിവസമോടെ കഴിഞ്ഞിട്ട് കാരിത്താസിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ്. അപ്പം ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി കയറ്റി. അപ്പം ഒരു ദിവസം കൂടെ മുന്നലായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ ഒരു ദിവസം കൂടെ നേരത്തെ അടുത്ത ട്രിപ്പ് പോകാമല്ലോ. അല്ല, നേരത്തെ ഒരു ദിവസം വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം മുന്നേ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ആദ്യം അവിടെ കൊണ്ട് തന്നെ കിടത്തി. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാനുള്ള കയ്യിൽ ഇവിടെ മറ്റേ നീഡിലൊക്കെ കുത്തി. അപ്പോൾ ഇതിനകത്തോടെ ഒരു മരുന്ന് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ആൻജിയോഗ്രാം. അപ്പോൾ അതായത് ബ്ലോക്ക് വല്ലതും ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ സ്ക്രീനെ നമുക്ക് കാണാം, ഈ മരുന്ന് ഇങ്ങനെ കയറി പോകുന്നു, ബ്ലോക്കുള്ളിടത്ത് ചെന്ന് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, ഒരെണ്ണം, അതായത് ഹാർട്ടിലേക്ക് വരുന്ന 2 ഞരമ്പ് ഈ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് ബ്ലോക്കാണ്. അപ്പോൾ രണ്ടുപേരും പണിമുടക്കി. അതെ. അപ്പോൾ ഒരെണ്ണം ഒരു 90%, ഒരെണ്ണം ഒരു 80% മുകളിലും ബ്ലോക്കുണ്ട്. അപ്പോൾ 2 ബ്ലോക്കുണ്ട്. ഇത് 2ഉം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം എനിക്ക് കാണാം കേട്ടോ, ഇത് കാണാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുതന്നെയല്ല, മറ്റേ ഡോക്ടറിൻ്റെ കൂടെ വന്ന ആൾ എനിക്ക് മറ്റേ ഇതിൻ്റെ ആളാണെന്ന് തോന്നുന്നു, ജോജോ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. പുള്ളി നമ്മുടെ ഫാമിലി മെമ്പറുമായിരുന്നു. അപ്പോൾ അന്നേരം അറിയുന്നില്ല, ഇവരാരും എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല. സാധാരണ അങ്ങനെയാണല്ലോ. ബാക്കിയെല്ലാം ചെയ്തിട്ട് എന്തോ ജോലി എന്തോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ പുത്തേട്ടല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഡോക്ടറിനോട് പറഞ്ഞു. അപ്പം ഡോക്ടറിനും അന്നേരം മനസ്സിലായി. അപ്പം അങ്ങനെ ഇത് നോക്കിയപ്പോൾ പറഞ്ഞു, ഇന്നപോലെ ബ്ലോക്കാണ്, ഒരു കാര്യം നമുക്ക് ആൻജിയോഗ്രാം ചെയ്തേക്കാമെന്ന് പറഞ്ഞു, പ്ലാസ്റ്റർ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. 2 എണ്ണം ഉണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞു. 3 എണ്ണം ഉണ്ട്. ഒന്ന് ഒരു 60%, അത് ചെറിയതാണ്, വലിയ പ്രശ്നമുള്ളതല്ല. ഈ 2 എണ്ണം മെയിനായിട്ടുള്ളതാണ്, ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പിന്നെ ഉടനെ തന്നെ ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തിട്ടേ ഡോക്ടർ ഞങ്ങളോട് വെളിയിൽ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയുണ്ട്, ഒന്ന് 90% മുകളിലൊന്നുണ്ട്, 80 to 90 ഉണ്ട്, അപ്പം ചെയ്യട്ടെ എന്ന് ചോദിച്ചു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ചേട്ടായി എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. ചേട്ടായി ഒന്ന് കുഴപ്പമില്ല, ചെയ്തോളാന്നാ പറയുന്നുണ്ട്. അപ്പം ശശേരനോട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശശേരനെ കൂടെ വിളിക്കാം, ശശേരനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ശശേരൻ നമ്മുടെ ഒരു ചേട്ടനാണ്, പപ്പായുടെ പെങ്ങളുടെ മകനാണ്. പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയിരുന്നു. ഇപ്പം കാരിത്താസിലാണ് വർക്ക് ചെയ്യുന്നത്, ലൈസൺ ഓഫീസറായിട്ട്. പുള്ളിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിരുന്നു. ശശേരൻ പിന്നെ അകത്ത് കയറി വന്നു. അപ്പോൾ ശശേരൻ എന്നോട് പറഞ്ഞത്, ഇത്രയും ബ്ലോക്ക് ഉണ്ടല്ലോ, നമുക്കത് നോക്കണ്ട, ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ചെയ്താലും മതി, പക്ഷേ പിന്നെ ഇനിയും ഇതിനു വേണ്ടി മെനക്കെട്ട് വേണ്ട, അതുകൊണ്ട് കൈയോടെ ഇത് തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആക്കിയാലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ട്. അന്നേരമല്ല ഇതെല്ലാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് നോക്കുമ്പോഴും അത് കഴിഞ്ഞ് ആദ്യത്തെ ഇത് സ്റ്റെൻറ്റ് ഇടുമ്പോഴൊക്കെ കാണുകയോ അറിയുകയൊക്കെ ചെയ്യാം. ആദ്യത്തെ ഇട്ടപ്പോഴത്തേനും ഡോക്ടർ ചോദിച്ചു, നെഞ്ചിനകത്ത് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ നെഞ്ചിനകത്ത് അങ്ങനെ വേദനയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു എരിച്ചിൽ പോലെ തോന്നി, ചെറുതായിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു ഇതുമില്ല. നമ്മളിങ്ങനെ കിടക്കുന്നു, നല്ല ബോധമുണ്ട്. അതങ്ങനെ ആദ്യത്തെ ചെയ്ത് 2ാമത്തെ ചെയ്ത് ഡോക്ടർ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരു 1/2-3/4 മണിക്കൂർ.
അതുവരെ എനിക്ക് നല്ല ബോധമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐസിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചേട്ടായിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാം വെളിയിൽ നിൽപ്പുണ്ട്, അപ്പം ഞങ്ങളെ കണ്ടു, കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ICUലേക്ക് മാറ്റി. അന്ന് ഒരു ദിവസം ICU കിടന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നത് എൻ്റെ ഈ 95-ൽ എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അന്നേരം മെഡിക്കൽ കോളേജിൽ കിടന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കുന്ന എൻ്റെ ഓർമ്മയിൽ ഈ 95-ലാണ്. അന്ന് കുറച്ച് ദിവസം ആശുപത്രി കിടന്നു. അത് നല്ലപോലെ അനുഭവിച്ചു. മെഡിക്കൽ കോളേജിലല്ലായിരുന്നു കൈ ഒടിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ 2000 2001 അല്ല 99 2000 കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ പനി വന്നിട്ട് ഒരു 2-3 ദിവസം അഡ്മിറ്റായി. അതിന് ശേഷം ഈ 25 വർഷങ്ങൾക്ക് ശേഷം ഈ കാരിത്താസിൽ 3 ദിവസം കിടന്നാണ് ഹോസ്പിറ്റലിൽ കയറിയേക്കുന്നത്. ചെറിയ പനിയും എന്നേലുമൊക്കെ വരുള്ളൂ. അതൊക്കെ ഹോസ്പിറ്റലൊന്നും പോകില്ല. എന്നേലുമൊക്കെ മരുന്നൊക്കെ മേടിച്ച് അങ്ങനെ, അല്ലെങ്കിൽ ചെറിയൊരു ഗുളിയൊക്കെ കഴിച്ച് അതിലൊക്കെ നിൽക്കും. പനിയൊക്കെ അങ്ങനെ കുറവാണ്. അങ്ങനെയൊന്നും വരാറില്ലായിരുന്നു. ഇത്രയും വർഷത്തിനിറക്കിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാര്യം 2-3 ദിവസം കിടന്നുള്ളെന്ന് പറഞ്ഞാലും ഒരു ദിവസം കിടക്കുമ്പോഴേ അങ്ങ് മടുക്കുക. ചുമ്മാ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ല എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കണം. അതെ. അപ്പം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ടെസ്റ്റൊക്കെ കഴിയാറാവുന്നു. ടെസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. കഴിയാറാവുന്നു. കുറച്ച് ദിവസമോടെയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, പിന്നെ പ്രത്യേകം ഡോക്ടർ പറയുകയും ചെയ്തു, വിസിറ്റേഴ്സിനെയൊക്കെ കൂടുതൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ ഇടത്തോട്ടും പോയില്ല. അവിടെ തന്നെ വീട്ടിൽ തന്നെ. ഏതൊക്കെയായാലും ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നന്നായി. നമ്മളെ ഏതെങ്കിലും യാത്രയിലായിരുന്നു എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ. ആൻജിയോപ്ലാസ്റ്റി ചെയ്തതല്ല, ചെക്ക് ചെയ്ത നന്നായി. അത് കഴിഞ്ഞല്ലേ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ യാത്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴികളിൽ ഒരു സൗകര്യം ഇല്ലാത്തടത്തും ഒക്കെ വെച്ചൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ ഈ പപ്പായ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഒന്ന് നോക്കണം, ആ സമയമാകുമ്പോഴത്തേന്ന് ആ സമയത്തേക്ക് ഒന്ന് നോക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ കാണും, എല്ലാ ബ്ലോക്കും കാണും, പക്ഷെ മരുന്ന് കഴിച്ചാൽ മതിയായിരിക്കും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. പക്ഷെ ഞാനും ഓർത്ത് ചെക്ക് ചെയ്താൽ എന്തായാലും ബ്ലോക്ക് കാണുമെന്ന് എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ വേറൊരു ഇപ്പോൾ എല്ലാവരും ഓർക്കും ടെൻഷനുണ്ട്. ഒത്തിരി പേര് ചോദിച്ചു ടെൻഷനുണ്ടോ അങ്ങനെ. പക്ഷേ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അന്നേരവും ഇല്ല, ഇപ്പോഴും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പോലെ അവിടെ ചെന്നും ഇങ്ങനെ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അന്നേരം ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം തന്നെ ഇത് നോക്കിയത് നന്നായി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതെ, നമുക്ക് സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ ഇവിടെ കാരിത്താസിലായിരുന്നു, തൊട്ടടുത്ത് തന്നെ, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, എല്ലാം കൊണ്ട് സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടായി ഇവിടെ തന്നെ നോക്കിയോണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസം ഇങ്ങനെ പോയതുകൊണ്ട് നമ്മുടെ സ്റ്റാലിയൻ്റെ പണിയൊക്കെ എന്നായെന്നൊന്നും പോയി നോക്കാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയിപ്പോയി. അപ്പം ഇനിയിപ്പം വലിയ യാത്രകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അതെ, കഴിഞ്ഞിട്ട്. അപ്പം ചെറിയ യാത്രകൾ നമുക്ക് ഇനി ഇതിലൊക്കെ എങ്ങോട്ടേലും പോകാം. കാരാനിലാകുമ്പോൾ സുഖമാണല്ലോ. ഈ വലിയ ഇതില്ല, നമ്മളെ കുറച്ചെല്ലാം പ്ലാൻ ചെയ്തിരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാലിൻ്റെ പണിയൊന്ന് പോയി നോക്കണം, എന്നാ നോക്കണം. അത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ കൂടെ അത് നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോഴത്തേനും ട്രിപ്പ് പോകണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് പോവാം. അല്ല, പിന്നെ ഒരു കാര്യം ചെയ്യണം, നമുക്ക് രാജേഷും പ്രളയം സൂര്യയും കൂടെ ഇടണം. അതൊരു ശരിയാ. രാജേഷ് ഇടയ്ക്കൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ട്രിപ്പായിരിക്കും. രാജേഷിനെ സൂര്യയും കൂടെ ഒരു ട്രക്കിൽ, ഒരു ലോറിയിൽ ഒരു ട്രിപ്പ് അങ്ങ് വിടാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മെയിൻ ഡ്രൈവറുടെ റെസ്റ്റ് മുങ്ങിപ്പോയി. അതെ. അല്ല, റെസ്റ്റ് കഴിയാറായിരുന്നല്ലോ, അത് പിന്നെ കുഴപ്പമില്ല. ചെറിയ യാത്രകളൊക്കെ തുടങ്ങാന്നോർത്തിരുന്നായിരുന്നു. അത് കുറച്ചുകൂടെ നീട്ടി അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ വണ്ടിയിലോ ഒക്കെ യാത്ര ചെയ്യുന്നൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് രാത്രിയിലൊന്നും അധികം ഓടാതെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉറക്കളയ്ക്കാതെയൊക്കെ നോക്കണമെന്നുള്ളൂ. പിന്നെ വെയിറ്റ് എടുക്കല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടർ പറയുന്നതൊക്കെ കേൾക്കാം, മെഡിസിൻ കഴിക്കുക, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക. അതെ. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഡോക്ടറെ പോയി ഒന്ന് കാണണം, എന്നിട്ട് വേണം നമ്മുടെ യാത്രകളൊക്കെ തുടങ്ങാൻ. പിന്നെ ചെറിയ ട്രിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. രാജേഷ് വേണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടെല്ലാം പോകാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോകാം അല്ലേ. അതെ, മുത്തിന് എക്സാം ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ മുത്തിനെയും കൊണ്ടുപോകാം. അത് ഇപ്പം ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പൊന്നും വരും. പൊന്നും ഫ്രീയാ. പിന്നെ 2 മാസം പൊന്നിന് അവധിയാ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞേക്കാം, നമുക്ക് അതിലേലും പോകണമെന്ന് പറഞ്ഞയക്കുന്നത്. മുത്തിന് പക്ഷേ അത്ര അവധിയില്ല. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങിയേച്ച് ആദ്യമായിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം അടുപ്പിച്ച് വീഡിയോ ഇല്ലാതെ വരുന്നത്. അതിങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും
ഇത്രയും ഗ്യാപ്പ് വരത്തില്ലായിരുന്നു. അത് പിന്നെ വേണമെങ്കിൽ ഞാനൊന്നും ഓർത്താണേ, വേണമെങ്കിൽ നമ്മളിപ്പം ചെക്ക് ചെയ്ത് വെച്ച് പിന്നെ ചെയ്താലും മതി. പിന്നെ ഞാൻ ഓർത്ത് പിന്നെ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഹോസ്പിറ്റലിൽ കയറി പിന്നെ എന്തിനാ രണ്ടാമത് പോകുന്നതെന്ന് ഓർത്ത് പിന്നെ കയ്യോടെ അങ്ങ് കാര്യം നടക്കട്ടെ എന്ന് വെച്ചു. അല്ല, ഞാനും ഓർത്തതെന്നു വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കുടിസ് സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്, അവിടെ ആണെങ്കിൽ ഒരു സൗകര്യം ഇല്ലാത്തതുമായിരിക്കും. അപ്പം പിന്നെ ചെയ്യുന്നതല്ലേ നല്ലത്, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നതല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പം ഡ്രൈവർ ക്യാബിനകത്ത് വ്ളോഗിങ് പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓർക്കുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തതെന്നാണ്. അതുകൊണ്ടല്ല, ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നുകൊണ്ടാണ് അടുത്ത ട്രിപ്പൊന്നും പോകാത്തത്. പിന്നെ അവിടെ കുറച്ച് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കറക്റ്റ് നിയമവശങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് തുടങ്ങുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് സമയമുണ്ടല്ലോ. അതെ, നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാതെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം അതിനനുസരിച്ച് അപ്പോൾ ഇനിയിപ്പം പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതെ. അപ്പം പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.